നിങ്ങൾ എൻ്റെ വ്ളോഗ് കുറച്ച് കാലങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ഹോം വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും വീട്ടിലെ ഡോഗ്സിനെ, സൂസിയും എൽസയും. എൽസമ്മ ലാബും സൂസിയമ്മ പോമുമാണ്. മൂത്ത ആൾ സൂസിയമ്മയും വലിപ്പം കൊണ്ട് എൽസയാണ് വലുതെങ്കിലും പ്രായം കുറവ് എൽസമ്മയ്ക്ക്. അവൾക്കിപ്പോൾ ഒരു 10 വയസ്സാവാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ സൂസിയമ്മയ്ക്കാണെങ്കിൽ കുറച്ച് കാലമായിട്ട് വയ്യ. അവൾക്ക് ട്യൂമറൊക്കെ ആയിട്ട് മൂക്കിന്ന് ബ്ലഡ് വരലും വയ്യാണ്ടാവലും ഇങ്ങനെ തന്നെയാണ് കുറച്ച് കാലങ്ങളായിട്ട് നടക്കുന്നത്. പ്രായമായതിനെ കൊണ്ട് സർജറി ചെയ്യാനൊന്നും പറ്റില്ല, അത് കോംപ്ലിക്കേറ്റഡ്. അപ്പം നമ്മൾ പോകുന്നിടത്തോളം പോട്ടേ പോലെ അങ്ങനെ അവളെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് എൽസമ്മയാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. അവൾ കുറച്ച് ദിവസമായിട്ട് മര്യാദയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഇന്ന് കഴിക്കും നാളെ കഴിക്കൂല, അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് കഴിക്കൽ അവൾ ഉള്ളത് കൊണ്ട് തന്നെ കഴിക്കുന്നുണ്ടല്ലോ ഇടയ്ക്ക് വെച്ചിട്ട്. അപ്പം അങ്ങനെ ഒരു ഇതിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാനാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല, കോഴിക്കോടായിരുന്നു ഒരു 1 വീക്കായിട്ട്. അപ്പോഴാണ് അമ്മ വിളിച്ച് പറയുന്നത് എൽസയ്ക്ക് തീരെ വയ്യ, അവൾ പെട്ടെന്ന് കിടന്നോർത്ത് കിടന്ന് മൂത്രം ഒഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഏട്ടനില്ലേ അവിടെ, അച്ഛനില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഏട്ടൻ ജിമ്മിൽ പോയതാ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അച്ഛൻ ജോലിക്ക് പോയത് അച്ഛനും വിളിച്ചിട്ടുണ്ട്, അച്ഛൻ മരുന്നൊക്കെ ആയിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു എൽസമ്മ പോയിന്ന്. അച്ഛൻ വന്ന് അവൾക്ക് മരുന്ന് കൊടുത്ത് മരുന്ന് കഴിച്ച് അപ്പം തന്നെ അവളൊരു സൗണ്ട് ഉണ്ടാക്കി, പിന്നെ അവൾ പോയി. അവൾ വൈകുന്നേരം ഒരു 5:45-6 മണിയൊക്കെ ആയപ്പോഴാട്ടോ പോയത്. പിന്നെ നമ്മൾ അടക്കം ചെയ്യാൻ വേണ്ടി കുറേ സ്ഥലത്ത് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എല്ലാവരും രാവിലെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു, മഴയായതുകൊണ്ടും പിന്നെ ലേറ്റ് ആയതുകൊണ്ടും. ഇവക്കിങ്ങനെ പറ്റിയപ്പോൾ തന്നെ അമ്മ നമ്മീനെ വിളിച്ച നമ്മി പെട്ടെന്ന് വന്നു. പിന്നെ ഏട്ടനും മാളും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ആരും വിളിച്ചിട്ട് ഒന്നും ശരിയായില്ല. പിന്നെ നമ്മളിവിടെ റെന്റിനാണ് ഈ വില്ലയിൽ താമസിക്കുന്നത്. അപ്പോൾ എങ്ങനെ അവിടെ ചെയ്യാൻ പറ്റൂല്ലേന്ന് അറിയില്ലെന്നു. പക്ഷെ നമ്മൾ ജസ്റ്റ് ചോദിച്ചപ്പോൾ എല്ലാവരും സമ്മതിച്ചു കേട്ടോ. അങ്ങനെ നമ്മളെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അവിടെ തന്നെ ഒരു ടവർ ഉണ്ട്, അതിൻ്റെ അടിയിലാണ് അവൾ അടക്കം ചെയ്തത്. അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ തന്നെയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നമുക്കൊരു ചെമ്പരത്തിൻ്റെ തൈയും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണ് തല. ആ സൈഡിൽ ഇങ്ങോട്ട് തല വെച്ചിരിക്കണം. അതാണ്. ഇവിടെയാണ്, ഇങ്ങനെയാണ് ഉള്ളത് കുഴി, ഇങ്ങനെ കുഴിയുള്ളത്. ഇവിടെ നട്ടത്. പിന്നെ സുരഭി ചേച്ചിയാ പറഞ്ഞു വേറെ എന്തെങ്കിലും കൂടി ഉപകാരമുള്ള സാധനം കൂടി നടുന്നു. ചെമ്പരത്തി ആകുമ്പോൾ നന്നായിട്ട് ഉണ്ടായി പൂവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് അങ്ങോട്ട് നോക്കുമ്പം നമുക്ക് എൽസനെ വെച്ച സ്ഥലമാണെന്നുള്ളൊരു ഓർമ്മയും നല്ലതല്ലേ. പിന്നെ ചേച്ചി പറഞ്ഞപ്പോൾ നമ്മൾ കറിവേപ്പിലും ലോങ്കൻ്റെ ഒരു തൈയുമാണ് ഇവിടെ വെക്കാൻ പോകുന്നത്. അവളും മരിച്ചിട്ട് കുറേ സമയം നമ്മളിങ്ങനെ കുറേ ആൾക്കാരൊക്കെ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ അടുത്തുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ ആരും ഒരു സംശയം കൂടാതെ ഇവിടെ തന്നെ ചെയ്തോളാം പറയുക ചെയ്തിട്ടുണ്ടായത്. അതേപോലെ ഇവളെ ഈ കുഴി കുഴിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും അവളടക്കം ചെയ്യുന്നവരെ വീട്ടിന് ചുറ്റുള്ള ആൾക്കാർ നോക്കി നിൽക്കുക. അതേപോലെ ഭയങ്കര എന്താ പറയുക, ഒരു മുഷ്പും ഇല്ലാണ്ടാണ് എല്ലാവരും കൂടി ഈ കുഴി വെട്ടാൻ വന്ന ഹിന്ദിക്കാരാണെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരും ഉണ്ടായിട്ടുണ്ടായത്. എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനും ട്രെയിൻ കയറാൻ വേണ്ടി വന്നപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഈശ്വര ഞാൻ വരുമ്പോഴത്തിന് അവളെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയണേ, അവളങ്ങനെ കിടക്കുന്ന എനിക്ക് കാണാൻ പറ്റൂല എങ്ങനെയാന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇവർ പല ആൾക്കാരും വിളിച്ച് കിട്ടാണ്ടായപ്പം പറഞ്ഞു ഇല്ല നാളത്തേക്ക് ആവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ നിൽക്കുന്നതെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ എൻ്റെ മൈൻഡ് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അവളങ്ങനെ കിടക്കുന്ന ഞാൻ കാണേണ്ടി വരും എന്നുള്ള പോലെ ഞാൻ മൈൻഡൊക്കെ പ്രിപ്പയർ ചെയ്ത് സെറ്റാക്കി വെച്ചു. പിന്നെയാണ് വിളിച്ച് പറഞ്ഞ് അവിടെ തന്നെ അടക്കുക, എല്ലാവരും റെസിഡൻസിൽ എല്ലാവരും സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്ക് വിഷമമായി, അയ്യോ എനിക്ക് കാണാൻ പറ്റാണ്ടായി പോയല്ലോ എന്ന്. പിന്നെ ആലോചിച്ചപ്പം അങ്ങനെയൊക്കെ കാണാണ്ടിരിക്കുക തന്നെയാണ് നല്ലത്. നമ്മൾ ഇവർക്ക് രണ്ടാക്കും പ്രായമാവും തോറും ഞങ്ങളിങ്ങനെ വീട്ടിലെപ്പോഴും അതിൻ്റെ ഒരു ചർച്ച ഉണ്ടാവാറുണ്ട്. ഇപ്പം ഇവർക്ക് ഇത്രേ ആയുസുള്ളൂ, എപ്പോൾ വേണമെങ്കിലും പോവാം, അപ്പം എല്ലാവരും അതിന് മൈൻഡ് സെറ്റാക്കി നിൽക്കണം എന്നൊക്കെ അച്ഛനും അമ്മയും ഞങ്ങൾ അങ്ങോട്ടും തമ്മിൽ അമ്മേനും അച്ഛനും പറഞ്ഞ് ആക്കാറുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ സൂക്ഷിക്കാണല്ലോ വയ്യാണ്ടിരിക്കുന്നത്, ഇവക്കാണല്ലോ പ്രായമായിട്ടില്ല. അപ്പം നമ്മൾ അവളെയാണ് ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആണ് നമ്മളെ എൽസമ്മ ഉറങ്ങുന്ന സ്ഥലം. ഞങ്ങൾ ഒരിക്കൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ പെട്ടെന്ന് സംഭവിച്ചപ്പം ഒരു ഷോക്കായി.
എന്നാലും ഞാൻ വിചാരിച്ചതിനേക്കാളും സ്ട്രോങ് ആയിട്ടാട്ടോ അമ്മ നിൽക്കുന്നത്. അമ്മ ആ സമയത്തൊന്ന് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ വന്ന് കണ്ട സമയത്ത് അമ്മ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. അമ്മേൻ്റെ കയ്യിലുണ്ട് കാര്യങ്ങൾ. പക്ഷെ അച്ഛൻ അങ്ങനെയല്ലായിരുന്നു. പക്ഷെ അച്ഛൻ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പണ്ടോട്ടെ കുറേ ഡോഗ്സ് ഉണ്ടെങ്കിലും ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അച്ഛൻ പെട്ടെന്ന് കയ്യിൽ നിന്ന് പോവാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം പാവം മൂപ്പര് കയ്യിൽ നിന്ന് പോവില്ല, ഞാൻ ഓക്കെ ആണെന്നുള്ള പോലെ ഇങ്ങനെ നിൽക്കുന്നുമുണ്ട്. പിന്നെ വിഷമമൊക്കെ ഉണ്ടെങ്കിലും അച്ഛൻ കുറച്ച് സൈലൻ്റ് ആണ്. അതെന്തായാലും കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ഒന്ന് ശരിയാവുമായിരിക്കും. എന്നാലും ബെറ്ററാണ്. അമ്മേൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ കയറിൻ്റെ ഒരു അറ്റം. എൻ്റെ കൂടെ ചെടി നടാനൊക്കെ ഞാൻ കോഴിക്കോട് നിൽക്കുന്ന സമയത്ത് അമ്മ വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ഞാനൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു കോഴിക്കോട് പോയത്. എന്തോ ഭാഗ്യത്തിന് ഞാൻ പോയ കാര്യത്തിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു അവിടെ. അത് നല്ല വൃത്തിക്കൊക്കെ നടന്ന് അതെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന സമയത്താണ് എനിക്ക് ഈ കോള് വരുന്നത്. ഞാൻ കുറച്ച് ദിവസം കൂടി കോഴിക്കോട് നിൽക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ചുകൂടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോയ കാര്യം നന്നായിട്ട് നടന്നു. അതിന് ശേഷമാണ് ഇത് അറിഞ്ഞത്. അപ്പം തന്നെ ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് 9:30 ട്രെയിനാണ് കിട്ടിയത്. ആ ട്രെയിൻ ലേറ്റ് ആയിരുന്നു, 10 മണിയൊക്കെ ഉണ്ട് വരാം. ആ ട്രെയിനിൽ കയറി ഞാൻ വീട്ടിലൊക്കെ എത്തുമ്പോഴത്തേക്ക് ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം അത്രയും സമയം ഞാൻ ട്രെയിനിൽ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണല്ലോ ചിന്തിക്കുക. അപ്പം ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ ചിന്തിച്ച്, എനിക്ക് കരയാൻ തോന്നിയപ്പോൾ കരഞ്ഞ്, എനിക്ക് ചിന്തിക്കാൻ തോന്നിയപ്പോൾ ഞാൻ ചിന്തിച്ച്, ഒന്നിനും ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്തില്ല. എന്താ വരുന്നത് അതങ്ങനെ തന്നെ അങ്ങനെ വെൻഡ് ഔട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ കരഞ്ഞ് സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ സൂസിയും എൽസിയും അമ്മയും നമ്മൾ തമ്മിലുള്ള സമയങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ മാത്രമുള്ള സമയങ്ങൾ. ഞാൻ ട്രെയിനിൽ കരഞ്ഞ് ഫുൾ കണ്ണൊക്കെ വീർത്തിട്ടുണ്ട്. ഞാൻ തിരിച്ച് വീട്ടിലെത്തി നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ല 3 മണിയാണ്ട് എത്താന്ന്. അപ്പം മാളുണ്ടായിരുന്നു ഇവിടെ, നമ്മി ഉണ്ടായിരുന്നു, ഏട്ടൻ ഉണ്ടായിരുന്നു. ഏട്ടൻ്റെയും നമ്മീൻ്റെ ഒക്കെ കണ്ണൊക്കെ ഇതേ അവസ്ഥ തന്നെ ആയിരുന്നു. പിന്നെ എനിക്ക് രാത്രി നമ്മൾ വന്നതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന റൂമിൽ ഇതിനെപ്പറ്റി തന്നെ സംസാരിച്ചുകൊണ്ട് വിഷമല്ല, നല്ല 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 ഓർമ്മകളെ നമുക്ക് പറയാനുണ്ടായത്. അപ്പം കുറേ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അപ്പം തന്നെ നമുക്ക് കുറേ ആശ്വാസമായി. അവർക്ക് പറയാനുള്ളതും ഞങ്ങൾക്ക് പറയാനുള്ളതും പറച്ചിലും കരച്ചിലൊക്കെ ആയിട്ട് കുറേ നമ്മൾ നിന്ന്. അപ്പോഴും കിടക്കുമ്പോൾ എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു. അമ്മ അച്ഛനും കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവസ്ഥ എന്താണെന്ന് അറിയാണ്ടൊരു ഭയങ്കര ഒരു സമാധാനമൊക്കെ ഇടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റ് അമ്മേനെ അച്ഛനും കണ്ടപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്. ഒക്കെയാണോ, അവരെ കയ്യിലുണ്ടോ കാര്യങ്ങൾ. അമ്മ സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീ തന്നെയാണ്. അമ്മ ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ നേരെ തിരിച്ചാട്ടോ, ഞാൻ പെട്ടെന്ന് ഫ്ലിപ്പാവുന്ന കൂട്ടത്തിലാണ്. അപ്പം അമ്മ പിന്നെ പ്രായമാവില്ല. അപ്പോൾ എനിക്കൊരു പേടി. പ്രായമാവും തോറും നമ്മൾ കുറേ കുട്ടികളായിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആണല്ലോ. പക്ഷെ അമ്മയ്ക്കൊരു മാറ്റമില്ല. അമ്മ അടിപൊളിയായിട്ട് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായത്. പക്ഷെ അച്ഛനായിരുന്നു കുറച്ച് സൈലൻ്റ് ആയിട്ടുണ്ടായത്. പക്ഷെ അമ്മ അച്ഛൻ്റെ കൂടെ നിന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും എൽസിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഓളിപ്പുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യായിരുന്നു, ഓൾ അവിടെയല്ലേ കിടക്കല്, ഓൾ ഇതല്ല ആക്കല്, ഇനിയിപ്പോൾ അവളില്ലാത്തതുകൊണ്ട് നമുക്ക് ഇത്ര ചിക്കൻ വേണ്ട, ഇത്ര അത് വേണ്ട, ഇത് വേണ്ട എന്നൊക്കെ അങ്ങനത്തെ സംസാരങ്ങൾ. അപ്പം അച്ഛനുള്ളപ്പോൾ അച്ഛനെ വിഷമാവിൽ വെച്ചിട്ട് പറയാണ്ടിരിക്കുക, കേൾക്കാണ്ട് പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്തില്ല. അതിങ്ങനെ ഇങ്ങനെ തഴങ്ങി നമ്മൾ കുറച്ച് ദിവസം ആകുമ്പം ഇങ്ങനെ ശരിയായിട്ട് വരും എന്തായാലും. പക്ഷെ അവൾക്ക് ഇത്രയൊരു റോള് നമ്മളെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു എന്ന് അവൾ പോയി കഴിയുമ്പോഴാട്ടോ മനസ്സിലാവുന്നത്, ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നത്. ഇപ്പം ഞാനും ഏട്ടനും അങ്ങനെ ജസ്റ്റ് അമ്മയും അച്ഛനും ഇല്ലെങ്കിൽ നോക്കുക എന്നല്ലാതെ നമ്മൾ ഇവരെ കൊഞ്ചിക്കലോ ഇവരെ ഭയങ്കര നോക്കലൊന്നുമില്ല. അമ്മയും അച്ഛനും ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും നമ്മളെ നോട്ടക്കുറവും. അവരടിപൊളിയായിട്ട് നോക്കും. അപ്പോൾ അവരുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ്. പക്ഷെ അമ്മയ്ക്കും അച്ഛനും ഞങ്ങളെപ്പോലെ തന്നെയാണ് അവരും. എന്തായാലും വിഷമം എല്ലാവരും മരിക്കുമല്ലോ എന്തായാലും. പക്ഷെ ഇപ്പോൾ 10 വയസ്സ് വരെ ലാബൊക്കെ ഏകദേശം ഒരാഴ്ച വരെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്തില്ല. അവൾ ഹെൽത്തി ആയിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും 10 കൊല്ലം നമ്മുടെ കൂടെ ജീവിച്ച് വളരെ ഹാപ്പി ആയിട്ട് ഒരു ഇതുമില്ല. അവർ പുറത്ത് കൂട്ടിൽ പോലും ഇല്ല. സൂസി എൽസി അമ്മേൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെ റൂമിൽ ബെഡിലാണ് അവർ കിടന്നുറങ്ങാറ്. അപ്പം നന്നായി തന്നെ അവർ പോയി. അപ്പം നമ്മൾ അങ്ങനെ സന്തോഷിക്കാം. പിന്നെ അവൾക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നതൊന്നും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടില്ല. അതേപോലെ നമ്മൾ വേറെ എവിടെയെങ്കിലും അടക്കം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ട് അതൊന്നും ശരിയാവാതെ നമ്മളെ തൊട്ടടുത്ത് തന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചത് തന്നെ ആയിരിക്കാമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്.
നമ്മളെന്തായാലും നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഞാനതൊക്കെ പിന്നെ ബാക്കിലൊക്കെ പോയിട്ട് എൻ്റെ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാനതൊക്കെ പറിച്ചു. പിന്നെ ഇതെന്താ പറയുക, നമ്മളെ മറ്റേ നമുക്ക് ഓർമ്മയുണ്ട് ഞാൻ പച്ചമാങ്ങ ഉണക്കിയിട്ട് അച്ചാറിട്ടത്, അത് ആ മാങ്ങേൻ്റെ തോട് വന്നിട്ട് ഭയങ്കര കട്ടി, അപ്പോൾ ഒരു ചവറ് പോലെ കഴിക്കുമ്പോൾ, അപ്പോൾ അതുകൊണ്ട് അത് ചിലവാവാണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഏട്ടൻ കഴിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എന്നാലും കുറേ അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ ഞാൻ എന്താക്കി, അതെടുത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത്, അപ്പോൾ കുറച്ചുകൂടെ കഴിക്കാൻ സുഖമല്ലേ. അപ്പം അങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ബോട്ടിലേക്ക് ആക്കി വെക്കുമായിരുന്നു. ഇത് ആക്ച്വലി എൽസയ്ക്ക് പറ്റിയ ദിവസം കഴിഞ്ഞ് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം കേട്ടോ. പിറ്റേ ദിവസമൊക്കെ ഒരു മൂകശോക വീട് അങ്ങനെയാണല്ലോ, നമ്മളെ വീട്ടിലൊരാൾ പോയതല്ലേ, അങ്ങനെയായിരുന്നു. പിന്നെ അങ്ങനെ കാര്യങ്ങൾ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതിനേക്കാൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണല്ലോ നല്ലത്. അപ്പോൾ ഞാൻ പിന്നെ അധികം റൂമിലിരിക്കാതെ അമ്മേൻ്റെ കൂടെ തന്നെ താഴെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ നോക്കും. അവർക്കാണെങ്കിലും ഇപ്പം ഞങ്ങൾ പുറത്തു പോകുന്ന ആൾക്കാരാണ്, അവരല്ല എപ്പോഴും അവരെ കൂടെ ഉള്ളത്. അപ്പം അവരില്ലാത്ത ആകുമ്പോൾ അങ്ങനെ ചിന്തപ്പാടാവുമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ അമ്മേൻ്റെ കൂടെ തന്നെ അധികം സ്പെൻഡ് ചെയ്യാൻ നോക്കിയത്. നമ്മൾ പിന്നെ ചോറുണ്ണാനിരുന്നത് ഇത് ആ കാന്താരിമുളക് പറിച്ച എരിവുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറിച്ച് കഴിക്കാൻ എടുത്തതാ. പിന്നെ സൈഡിലുള്ളത് മറ്റേ ഈ ഉണക്കിയ മാങ്ങ ഞാൻ പറഞ്ഞില്ല ഇപ്പം ക്രഷ് ചെയ്ത് അതും. അപ്പം അതെങ്ങനെ ഉണ്ടെന്ന് നോക്കരുത്. നല്ല പുളി ഉണ്ട് കേട്ടോ, നമ്മൾ കുറച്ച് കാലമായാലും ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പോൾ വിനീഗറൊക്കെ ശരിക്കും പിടിച്ച് നല്ല പുളി ഉണ്ടായിരുന്നു അത്. പിന്നെ അതുപോലെ തന്നെ കാന്താരിമുളകാണെങ്കിലും നല്ല എരിവുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നിറയെ ഉണ്ടായിട്ടും ഉണ്ട്. തലേ ദിവസം ചീരയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ആ ചീരയൊക്കെ വാങ്ങിച്ച് അമ്മ പറഞ്ഞ അതിൻ്റെ വേരോടെ അമ്മ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് വെറുതെ കുത്തിയിട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പുതിനയില കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇതിന് മുന്നേ ഇതേപോലെ പുതിനയില കിട്ടിയപ്പം വേറൊന്നുമില്ല അതേപോലെ കുത്തിയിട്ടപ്പോൾ അത് നന്നായിട്ട് തളിർത്തുണ്ടായിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം എന്നോട് അത് കുത്തിയിടാൻ പറഞ്ഞു. അപ്പം അതൊക്കെ ഞാനിങ്ങനെ കുത്തിയൊക്കെ ഇട്ട് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു. നമ്മളെ ഗാർഡനിൽ ഇനിയും കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ റംബൂട്ടാൻ്റെ ഒക്കെ നല്ല തളിരൊക്കെ ഇട്ട് നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ അതമ്മ ഇങ്ങനെ തളിരിടുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യണം. അതിനൊരു ഞായറാഴ്ച ദിവസം നോക്കിയിട്ട് വൃത്തിക്ക് അത് മാത്രമായിട്ട് ചെയ്യണം. ഇതൊക്കെ പിന്നീടേക്ക് വെക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പോൾ ഞാൻ നടാൻ നിന്നിട്ടുള്ളത്. ഞാൻ എൽസമ്മൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ കേട്ടോ. ഇവളെ അടക്കം ചെയ്യുന്ന സമയത്തൊക്കെ അത്ര നേരം മഴ ഉണ്ടായിട്ട് ആ കറക്റ്റ് ആ സമയമായപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല. പണിക്ക് 2 ഹിന്ദിക്കാരെ കുഴിക്കാൻ വേണ്ടി വിളിച്ചു, അവർ വന്നു. അവരാണെങ്കിലും വൃത്തിക്ക് നല്ല കുഴിയൊക്കെ കുഴിച്ച് തിരിച്ച് എൽസമ്മേനെ എടുക്കാൻ വേണ്ടി വരുമ്പോൾ പുറത്തുനിന്ന് കൈയും കാലൊക്കെ കഴുകി ആ ചളിയൊക്കെ കളഞ്ഞ്. അതുപോലെ അച്ഛൻ കുറച്ച് സീനായിരുന്നു. പിന്നെ എൽസമ്മേനെ വെള്ളം മുണ്ടൊക്കെ പൊതപ്പിച്ച് അങ്ങനെ കൊണ്ട് കിടത്തി. അവിടെ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് കല്ലൊന്നും മേല് വീഴാത്ത രീതിയിലാണ് മണ്ണൊക്കെ ഇട്ടിട്ടുണ്ടായത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പുലർച്ചെ എത്തിയത്. ആ സമയത്താണെങ്കിൽ ഞാൻ വരുമ്പോൾ മഴ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. അപ്പം ഞാനിങ്ങനെ പറയാം, എൽസമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളം. പണ്ട് കുഞ്ഞിലായിരിക്കുമ്പോൾ തൊട്ടേ വെള്ളം ഇഷ്ടമാണ്. നമ്മളെ വീട്ടിലൊരു ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു, അതിൽ നിറയെ മീൻ ഉണ്ടായിരുന്നു, കുഞ്ഞ് ഫിഷ് ടാങ്ക്. ഇവളെ ചെറുതിൽ കാണാണ്ടില്ലാണ്ടാവും നമ്മളെ വീട്ടിൽ. അപ്പോൾ തെരഞ്ഞു നടക്കുമ്പോൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ ഫിഷ് ടാങ്കിൽ ഉണ്ടാവും കയറി ഇരുന്നിട്ട് തല ഇതിൻ്റെ തിണ്ടിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഉറങ്ങുന്നു. മീനൊക്കെ ഉണ്ടാവും പുറത്ത് ചാടിയിട്ട്. അങ്ങനെ അതുപോലെ തന്നെ ഈ മഴക്കാലമൊക്കെ വന്നാൽ ഇവള് മഴയത്തൊക്കെ പോയിട്ട് അൽസ മഴ പെയ്യുന്ന മാറിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാത്ത പോലെ മഴയൊക്കെ പെയ്യാത്ത പോലെയൊക്കെ അവിടെ നിന്നാളെ. അപ്പോൾ അവൾക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട് ചുറ്റും വൃത്തിയാക്കുന്ന ഒരു വ്ളോഗിലും ഉണ്ട് അവൾ മഴയത്ത് വന്ന് നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നു. അപ്പോൾ അടക്കം ചെയ്ത ശേഷം കറക്റ്റ് മഴയും പെയ്ത് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാവും. ആ മഴയത്തങ്ങ് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, സുഖിച്ച് കളിച്ച് കിടക്കുന്നുണ്ടാവും. എന്തായാലും എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എൽസമ്മ വരുന്നുണ്ട്, ഓളെ നോക്കണേന്ന്. ഓളറിയുന്ന ആൾക്കാർ തന്നെയാണ്. എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ശരിക്കും എൻ്റെ ലാസ്റ്റ് വ്ളോഗ് ഞാനും ചോട്ടു ഏട്ടനും സുഷി കഴിക്കാൻ പോയതായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാളു നമ്മൾ നടക്കാണ്ട് പോയ ആ പൂൾ ഡേ അല്ലേ, അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കോഴിക്കോട് പോയി, അവിടുത്തെ കുറച്ച് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. പക്ഷേ അതൊക്കെ വരുന്നുള്ളൂ, ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ഇടാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ അപ്പോഴത്തേക്കാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ കുറേ എൻ്റെ വ്ളോഗിൽ എൽസമ്മേനെ കണ്ടിട്ടുണ്ടാവും, അപ്പോൾ ഞാൻ നിങ്ങളോട് ഈ വിവരം അറിയിക്കാമെന്നും വിചാരിച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അടുത്ത വ്ളോഗ് ഞാൻ വീണ്ടും ബാക്കോട്ട് പോയിട്ട് പൂൾ ഡേ തൊട്ടിട്ടായിരിക്കും ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ വ്ളോഗ്സ് എല്ലാം ഞാൻ അവിടെയും ഇവിടെ ആയിട്ടല്ല കേട്ടോ, എപ്പോഴും അത് ആ സെയിം ഓർഡർ തന്നെയാണ് ഞാൻ പോവാറ്.
ഇപ്പം എവിടെ ആ ഡേറ്റ് അനുസരിച്ച് കറക്റ്റ് നടന്ന ആ സമയം അനുസരിച്ച് അങ്ങനെ തന്നെയാണ് ഓരോ വ്ളോഗ്സും ഞാൻ ചെയ്യാറ്. ഇപ്പം ഇതുകൊണ്ടൊന്ന് മാറിയിട്ടുണ്ട്, കുഴപ്പമില്ല. ഞാൻ ഇനി ബാക്കിലേക്ക് പോയിട്ട് ആ വ്ളോഗ്സൊക്കെ ആയിരിക്കും ഇനി വരുന്നത് കേട്ടോ. അപ്പം ശരി, അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാവരും എൽസമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവൾ നല്ലൊരു ഹാപ്പി പ്ലേസിൽ ഹാപ്പി ആയിട്ട് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നുണ്ടാവും. അങ്ങനെ ആവട്ടെ.